RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവസാന ലാലീഗ് മത്സരം ബാഴ്സലോണ വിസസ് ലെഗനസ് എന്ന മത്സരത്തെക്കുറിച്ചാണ്. ഈ മത്സരത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നതൊക്കെ. പക്ഷേ ലാലീഗിൽ ഈ മത്സരത്തിനുള്ള ഇമ്പോർട്ടൻറ്റ്, ഇനിയുള്ള മത്സരങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് പറഞ്ഞാൽ വളരെ പ്രധാനം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റ് എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ലാലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മളിവിടെ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകളോ വലിയ ഗോളുകളോ ഒന്നും പറയാനില്ല. 1-0 ആണ് ബാഴ്സലോണ ലെഗ്നസിനോട് ജയിച്ചത്. അതും 1-0 എന്ന് പറഞ്ഞാൽ അതൊരു ഓൺ ഗോളിൽ, ബാഴ്സയുടെ ഒരു താരങ്ങളല്ല, ലെഗ്നസിന്റെ ഒരു താരമാണ് ഓൺ ഗോൾ ഹാഫ് ടൈമിന് ശേഷമുള്ള ഓൺ ഗോളിലൂടെയാണ് 1-0 ജയിച്ചത്. പക്ഷേ ഈ 1-0 ജയിച്ചതും ബാഴ്സലോണ കരസ്ഥമാക്കിയ 3 പോയിന്റ് ഉണ്ട്. അത് ലീഗ് ടൈറ്റിൽ നേടാനുള്ളതിന് ഏറ്റവും എന്താ പറഞ്ഞാൽ ഇനി കുറച്ച് മത്സരങ്ങളാണ്, 7 മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു 3 പോയിന്റ് ഇപ്പൊ സമനില ആവുന്നതിനേക്കാളും ഒരു 3 പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് റയലായിട്ടുള്ള ഒരു പോയിന്റ് വ്യത്യാസം ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് ഈ പോയിന്റിന് ബാഴ്സലോണയുടെ ആരാധകരും ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ബാഴ്സലോണയ്ക്കും റയലിനും ലാലീഗിലൊക്കെ ഭയങ്കര ടൈറ്റ് മത്സരങ്ങളാണ് വരുന്നത്. ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന കോപ്പ ഡെൽ റേയിലുണ്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റ് ഷെഡ്യൂൾ വരുമ്പോൾ താരങ്ങളും ടയർഡാണ്. അപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് ആരും കളിച്ചൊന്നും പറയാനില്ല. ലെഗനസ് ആണെങ്കിൽ ഫുൾ ബസ് പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിലെന്താ കാരണം എന്ന് പറഞ്ഞാൽ ലെഗനസിന് ഇപ്പോൾ റെലഗേഷൻ സോണിലാണ് നിൽക്കുന്നത്, 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏത് സമയവും ലീഗിൽ നിന്ന് പുറത്തു പോവാം. ഇനി കുറച്ച് മത്സരങ്ങളിലും അത് നല്ല വിജയങ്ങൾ കരസ്ഥമാക്കി. പക്ഷെ ഇന്നലെ ലെഗനസ് ഒരു ഗോൾ കിട്ടിയിട്ടും തീരെ അറ്റാക്കിനൊന്നും ശ്രമിച്ചില്ല. അവർ ഏതെങ്കിലും ഒരു ചാൻസ് കോർണറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ ആ ചാൻസ് മുതലാക്കിയിട്ട് 1-1 എന്ന സമനില എത്തിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു ലെഗനസിന്റെ കളി. അവസാനം ബാഴ്സ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്, ഇവർ ബസ് പാർക്ക് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു മത്സരമായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ചിന്തിക്കുക, ഞാൻ ഈ ലെഗനസ് ഇപ്പൊ എന്താ കാട്ടുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു സമനില വേണം അവർക്ക്, അല്ലെങ്കിൽ ഒരു 3 പോയിന്റ് വേണം, എന്നാലാണ് അവർക്ക് ലീഗിൽ തുടരാൻ പറ്റില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ഡിവിഷനിലേക്ക് മാറേണ്ടി വരും. അപ്പോ ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ബാഴ്സ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്, സൈഡിൽ കൂടി ഇങ്ങനെ 2 സൈഡിൽ കൂടി കയറുന്നുണ്ട്, മിഡ്ഫീൽഡ് കളിക്കുന്നത്, ബോൾ റിവേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ലെഗനസിന്റെ എല്ലാ 11 പ്ലേയേഴ്സും പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ബോൾ ഒരു പാകം ഉള്ളിക്ക് വിടുന്നുണ്ടായിരുന്നില്ല. അതിലാണ് 48ാം മിനിറ്റിൽ ലെക്കിൽ കിട്ടിയ ഒരു ഓൺ ഗോളിലൂടെ ബാഴ്സ വിജയിച്ചു. ബാഴ്സയ്ക്ക് ഇത് നിർണായകമായ 3 പോയിന്റ് ആയിരുന്നു. കളിയുടെ അവസാനം 1-2 കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും ഇനീഗോ മാർട്ടിനസിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ. പക്ഷെ ആള് ചെയ്തത് അടിപൊളി. ആ ഒരു അവസാന നിമിഷത്തിൽ ഒരു ടാക്കിള്, അത് പറഞ്ഞാൽ ലെഗനസിന്റെ ഒരു പ്ലെയർ പെനാൽറ്റി ബോക്സിന്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുക, ബാഴ്സയുടെ 3 പ്ലെയറും പിന്നിൽ പോകുന്നുണ്ട്. ആ ടൈമിലാണ് മാർട്ടിനസ് ജസ്റ്റ് ഒന്ന് ആ ബോളിനെ ടാക്കിൾ ചെയ്തിട്ട് ഗോൾ, അല്ലെങ്കിൽ ഗോളി മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ, അതിൽ നിന്ന് അദ്ഭുതമായി രക്ഷപ്പെടുത്തി. അത് ശരിക്കും ആ ഒരു ഗോൾ പോയാണ് ചിലപ്പോൾ സമനില ആയെന്നെ. അത് ഗോളും അത്ര 1-1 ചാൻസ് ആണ്, അത് ഗോൾ വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മാർട്ടിനസിന്റെ കാര്യം പറയണ്ട. മാർട്ടിനസ് 2023 ബാഴ്സയിലേക്ക് വരുന്നത്. ബാഴ്സയിലേക്ക് വരുന്ന ആളൊരു ഫ്രീ ഏജന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഫ്രീ കിട്ടിയൊരു സാധനം. ഇപ്രാവശ്യം ബാഴ്സയ്ക്ക് എന്തൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട് അതൊക്കെ ബാഴ്സയ്ക്ക് ഭയങ്കര ഉപകാരമായിട്ട് പെടുന്നുണ്ട്. ലെഗനസിന് ഫ്രീ ആയി കിട്ടി. അതിന്റെ സമയത്തായിരുന്നു ക്രിസ്ത്യൻസിന് പരിക്ക് വന്നു, അറോഹയ്ക്ക് പരിക്ക് വന്നു. ആ സമയത്ത് ബാക്കപ്പ് ആയിട്ടിരുന്ന സെന്റർ ബാക്കാണ്. അപ്പോൾ ആളിനെ കളിക്കാൻ അവസരം കൊടുത്തു. കളിക്കാൻ തുടങ്ങിയ ആള് ഫ്ലിക്കിന്റെ കയ്യിൽ കിട്ടിയതും ആള് വേറെ ലെവലിൽ കളി. എന്ത് സ്പിരിറ്റാന്ന് അറിയോ! ആ ഒരു ഡിഫൻസിലോ മിഡ്ഫീൽഡിലൊക്കെ വല്ല മിസ്റ്റേക്കുകൾ പറ്റി കഴിഞ്ഞാൽ ആശാൻ അങ്ങോട്ട് പ്രഷർ, ഒരു ക്യാപ്റ്റൻസിന്റെ ഒരു ഇതെടുത്തിട്ടാണ് ആള് കളിക്കല്. അപ്പോൾ മാർട്ടീനസിന് ബാഴ്സയ്ക്ക് ഈ സീസണിൽ കിട്ടിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയാം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട റഫീനെ ഇതേപോലെ ഒരു ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗോൾ കീപ്പർ മാത്രമുള്ള സമയത്ത് ലെഗനസിന്റെ ഒരു പ്ലെയർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ടാക്കിൾ ചെയ്ത് രക്ഷപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതില്ലെങ്കിൽ അത് ചിലപ്പോൾ ഗോളാവാൻ ചാൻസ് ഉണ്ട്. ഗോൾ കീപ്പർ മാത്രം ഫ്രണ്ടിലുള്ളൂ, അതും അവർ പോലും പ്രതീക്ഷിച്ചില്ല. റഫീനിയ ഫോർവേഡിൽ നിന്ന് സൈഡിൽ നിന്ന് മിഡിലൂടെ ഓടി വന്നിട്ടാണ് ആ ഒരു ടാക്കിൾ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് കളി ബാഴ്സ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ലെഗനസിന്റെ ഇങ്ങനെ ഒരു ബസ് പാർക്കിംഗ് കാരണം. പക്ഷെ ലീഗിൽ വേണ്ട 3 പോയിന്റ് അത് അവർ കരസ്ഥമാക്കി. അതിൽ ഭാഷ ആരാധകരും ഭാഷ ടീമും സന്തോഷവാരന്മാരായിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കതാ വേണ്ടത് 3 പോയിന്റ്. ഇനിയിപ്പോ കുറഞ്ഞ മത്സരങ്ങൾ, ഇനി 7 മത്സരങ്ങളേ ഉള്ളൂ. അതിൽ റയലായിട്ടുള്ള പോയിന്റ്, ഇപ്പൊ റയലിന് ഇന്ന് കളിയുണ്ട്. ആ കളിയിൽ റയല് എന്താവും, റയലിന്റെ ഇതെന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം.
ഇതിൽ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ 6 ഷോട്ടുകളാണ് ലെഗനസ് എടുത്തത്. ഓൺ ടാർഗറ്റിലേക്ക് ഒരെണ്ണം മാത്രമേ വന്നുള്ളൂ. ബാഴ്സയുടെ ആണെങ്കിൽ 12 ഷോട്ട് എടുത്തു, ടാർഗറ്റിലേക്ക് 3 എണ്ണമാണ് വന്നുള്ളൂ. ബാൾ പോസ്റ്റ് ആണെങ്കിൽ 67 ബാഴ്സയും ലെഗനസ് 33 ആണ്. പാസിങ് 600 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു ബാഴ്സ. അതേപോലെ 302 പാസുകളാണ് ലെഗനസ് കംപ്ലീറ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് വലിയ ഇതുണ്ടായിരുന്നു. പക്ഷേ പ്ലേയേഴ്സ് യന്ത്രങ്ങളല്ലല്ലോ, അപ്പൊ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്താ കാരണം, ഈ ടൈറ്റ് ഷെഡ്യൂളാണ്. മറ്റുള്ള ലീഗുകളിലൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലീഗ് അവർക്ക് കളിയിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാറുണ്ട് ഡേറ്റിൽ. പക്ഷേ ലാ ലീഗിൽ റയലിനോടും ബാഴ്സയോടും കാണിക്കുന്നത് ലാ ലീഗയുടെ ഭയങ്കര ഒരു അനീതിയാണ്. എന്താ പറഞ്ഞാൽ അത് ഒരു റിക്കവറി ടൈം 72 hours പോലും കിട്ടുന്നുണ്ട് ചില മത്സരങ്ങൾ തമ്മിലുള്ള ഷെഡ്യൂളിന്റെ ഗ്യാപ്പ്. അപ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.